എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല രോഹിത്തിന് ജാമ്യം കിട്ടിയതും ഹരി അകത്തോട്ട് പോയതും. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് ഓരോന്ന് ചൊറിഞ്ഞ് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിറകെ കളിച്ചത് അലീന, അവൾ ഒറ്റ ഒരുത്തിയാണ് എന്ന് പറയുമ്പോൾ അലീന എന്നാ ചെയ്തിട്ട് അവളുടെ തലയിലോട്ട് കയറുന്നത് എന്ന് മനു ചോദിക്കും. നേരം പറയുന്നുണ്ട്, അവൾ എന്നാ ചെയ്തിട്ടാന്ന് അതോട് ഞാനിനി പറഞ്ഞു തന്നോ? ഇവിടെയുള്ള ഓരോരുത്തരെ കണ്ട പോലീസുകാർക്കൊക്കെ പൈസ കൊടുത്ത് വെറുതെ പൈസയും കളഞ്ഞ് ഇവിടെ വന്നിരിപ്പുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അവൾ ഈ സമയത്ത് 10 പൈസ ചിലവാക്കാതെ ആ ശരണ്യയുടെ വീട്ടിൽ പോയി അവളെ സോപ്പിട്ട് രോഹിയുടെ കാര്യം സാധിച്ചെടുത്തു. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ, കൂടപ്പിറപ്പിനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളോട് പറഞ്ഞ് ഹരിയെ കൂടി രക്ഷപ്പെടുത്തിയില്ലായിരുന്നോ? അതെങ്ങനെയാണ് കൂടപ്പിറപ്പ് സ്നേഹം വേണ്ടേ? ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിയുണ്ടോ? അവളുടെ ബുദ്ധിയുടെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഹരി ഇവിടെ ഇരുന്നേനെ എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് അലീന ഇടപെട്ടിട്ടൊന്നുമില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പം കമല പിന്നെയും പറയുന്നുണ്ട്, പിന്നെ നിനക്കറിയാം അവളുടെ ബുദ്ധി എന്നാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവൾ രോഹിയെ രക്ഷിച്ചെടുക്കുന്നത്. അന്നേരം ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പം എന്തായി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് മനു പറയുന്നുണ്ട്, അമ്മേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മാറ്റമൊന്നും കാണിയില്ല. പിന്നെ എന്നെ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമെങ്കിൽ അതങ്ങ് അയക്കൂ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് എഴുന്നേറ്റ് പോകും. പിന്നെ കമലയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന ശിവനും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ശിവനും പറയുന്നുണ്ട്, എടി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, അലീന ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ശിവനും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കമല സമ്മതിക്കുന്നില്ല. അതുപോലെ മനു പറയുന്നുണ്ട്, രോഹി തെറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എന്ന്. അന്നേരം പറയുന്നുണ്ട്, പിന്നെ അവൻ തെറ്റ് ചെയ്തില്ല പോലും, പിന്നെ എന്നാത്തിനാണ് അവൻ അന്ന് അവിടെ പോയത് എന്നൊക്കെ ചോദിച്ച് അതിനെ എതിർക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കമല. ഏതായാലും സഹിയായിട്ട് മനു അങ്ങ് എഴുന്നേറ്റ് പോകും. ദേഷ്യവും കലിയും അടങ്ങാതെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ മോഹവും കുറിപ്പിച്ചിരിപ്പുണ്ട് കമല. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ജയിലിലോട്ട് പോവുകയാണ് രോഹി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി. അന്നേരം ബാലചന്ദ്രൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബബിത, അച്ഛാ ഞാനും കൂടി വരട്ടെ എന്ന്. അതിനെന്താ നീയും പോരെ എന്ന് പറയുന്നു. ഞാനിപ്പോൾ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ബബിത അകത്തേക്ക് പോകുമ്പം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിപ്പുണ്ട് കൃഷ്ണമോളും അതുപോലെ അലീനയും. അന്നേരം കൃഷ്ണമോളോട് ചോദിക്കും, നീ വരുന്നുണ്ടോ എന്ന്. അന്നേരം പറയും, വേണ്ട അച്ഛാ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. രോഹിയേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാനൊന്നും എനിക്കിഷ്ടമല്ല, ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടോളാം എന്ന് പറയുന്നു. അതുപോലെ അലീനയോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല അച്ഛാ, ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ടോളാം എന്ന് പറയുമ്പോൾ, വരാൻ ഏറ്റവും യോഗ്യതയുള്ളത് നിനക്കാണ് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് കട്ടന് പുറകെ നിൽക്കാനാണ് ഇഷ്ടം എന്ന്. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ബബിത പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരും. അവർ രണ്ടുപേരുടെ ജയിലിലോട്ട് ചെല്ലുവാണ്. പിന്നെ ജയിലിൽ പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ രോഹിത് ഇറങ്ങി വരും. അന്നേരം ബാലേന്ദ്രൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആരാണെന്ന് ചോദിക്കും. അച്ഛന എന്ന് അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് പറയുന്നുണ്ട്. ID കാർഡ് ചെക്ക് ചെയ്തതിന് ശേഷം പൊയ്ക്കോളാൻ പറയുന്നു രോഹിത്തിനോട്. ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ കയ്യെ പിടിച്ചാട്ടം കൊണ്ട് നടന്നു വരുന്നത്. എന്നിട്ട് കാറിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പം ഫ്രണ്ട് സീറ്റ് തുറന്നു കൊടുക്കുകയാണ് ഇരിക്കാൻ വേണ്ടി. അന്നേരം അവിടെ ഇരിക്കാതെ രോഹിത് പെട്ടെന്ന് ബാക്കിലോട്ട് പോയിരിക്കുന്നു. അന്നേരം ഫ്രണ്ടിലിരിക്കുക രോഹിയേട്ടാന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അവൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്തെങ്കിലും ആട്ടെ, വണ്ടി എടുത്തുകൊണ്ട് പോരുവാണ് ബാലേന്ദ്രൻ. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ രോഹിത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ബാലേന്ദ്രൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ വിഷമമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോനെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, നിന്നെ ഞങ്ങളാരും ഒറ്റപ്പെടുത്തിയില്ല, മനുഷ്യനല്ലേ, തെറ്റുപറ്റിപ്പോവും, അത് തിരുത്തിയാൽ മതി എന്നൊക്കെ പറയുന്നു. അന്നേരം യാതൊരു പ്രതികരണവും രോഹിത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാത്തതുകൊണ്ട് ബബിത പറയുന്നുണ്ട്, രോഹിയേട്ട ഇതൊന്നും എന്നോടല്ല പറയുന്നത്, രോഹിയേട്ടനോടാണ് എന്ന് പറയും. അന്നേരം അവൻ പ്രതികരിക്കുന്നില്ല. ഇനി വല്ല വിശന്നിട്ടാണോ എന്ന് തോന്നിയിട്ടായിരിക്കും. ബാലേന്ദ്രൻ പറയുക, നീ അവിടെ നിന്നൊന്നും കഴിച്ചു കാണിയല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും വണ്ടി നിർത്തി ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോയാലോ എന്ന് ചോദിക്കുവാണ്. അന്നേരം മിണ്ടുന്നില്ല. അന്നേരം എടാ ഞാൻ നിന്നോടാണ് ചോദിച്ചത് എന്ന് പിന്നെ ഇങ്ങനെ എടുത്തു പറയുമ്പം വേണ്ട എനിക്ക് കഴിക്കണ്ട എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് ഇവൻ്റെ ഈ ഭാവമൊക്കെ കാണുമ്പോൾ അപ്പോൾ പറയും, വേണ്ട അച്ഛൻ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന്. അങ്ങനെ അവർ നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് ഇവൻ ഇറങ്ങി വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണേ. അന്നേക്കും അലീനയും വന്ന് ഡോറ് തുറക്കും. എന്നിട്ട് എന്തിയ ആൾ എന്ന് ചോദിക്കുമ്പം വണ്ടിയുടെ അങ്ങോട്ട് ഇങ്ങനെ നോക്കുവാണ് ബാലേന്ദ്രൻ. ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പം ബബിത ചാടി ഇറങ്ങിയിട്ട് ഡോറ് തുറന്നു കൊടുത്തിട്ട് രോഹിട്ട് ഇറങ്ങി പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ നേരെ ഓപ്പോസിറ്റ് ഡോറ് തുറന്ന് അതിലൂടെ ഇറങ്ങി പോരുവാണ്. പയ്യെ നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പയ്യാണ് നടന്നു വരുന്നത്. ആരുടെയും മുഖത്തൊന്നും നോക്കുന്നില്ല. നേരെ അകത്തോട്ട് കയറി പോകുന്നു. ഇടയ്ക്ക് വീഴാൻ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. താനിങ്ങനെ പിടിച്ച് കയറി പോകുന്ന കാണുമ്പോൾ ഒരു വിഷമം ബാലേന്ദ്രന്. എടാ മോനെ നീ ഒന്ന് നിന്നേ എന്ന് പറയുന്നു. മൈൻഡ് ചെയ്യുന്നില്ല. നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് കയറി പോടാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാതെ ആരുടെ മുഖത്ത് പോലും നോക്കാതെ തല കുനിച്ച് റൂമിലോട്ട്
മുകളിലോട്ട് കയറി പോവുകയാണ്. അന്നേരം ഇവനെന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അന്നേരം അലീന പറയുന്നുണ്ട് അവന് നാണക്കേട് കാണുമായിരിക്കും വെച്ചാൽ നമ്മളെ ഒന്നും ഫേസ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം അതിന് നാണം കെട്ടിട്ട് കാര്യമുണ്ടോ, അവൻ അത്രയ്ക്കങ്ങ് നിരപരാധിയൊന്നും അല്ലല്ലോ ഇത്രത്തോളം അങ്ങ് നാണക്കേട് തോന്നാൻ എന്നുള്ള രീതിയിലും ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അന്നേരം അലീന പറയും സാരമില്ല അച്ഛാ, അവന് ഇത്രയും ദിവസം ജയിലിലല്ലായിരുന്നോ, അതിൻ്റെ ആ മൂഡിൽ നിന്ന് മാറാൻ ഇത്തിരി സമയം എടുക്കുമായിരിക്കും, ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ അവൻ്റെ കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. ബാലേന്ദ്രൻ അതങ്ങ് അംഗീകരിക്കുന്നു. ഫോൺ എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന അടുക്കളയിലേക്കും പോരുവേ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി പത്രമൊക്കെ വായിച്ചു. അതിനകത്ത് രോഹിത്തിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. അത് അകത്തെ പേജിൽ ചെറിയൊരു കോളത്തിലേ ഉള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു എന്നും ജാമ്യം കിട്ടിയെന്നുള്ള കാര്യം അത് നേഴ്സിനോട് പറയുവാണ്. പത്രക്കാരെ സമ്മതിച്ചു കൊടുക്കണം. തെറ്റ് ചെയ്ത കേസാണെങ്കിൽ ഫ്രണ്ടിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുക്കും. അവൻ തെറ്റ് ചെയ്തിട്ടില്ല, രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണെങ്കിൽ അകത്ത് എവിടെയെങ്കിലും മൂലയെ കൊണ്ട് കൊടുക്കും. അത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ, കഷ്ടമാണ് എന്നൊക്കെ പറയുമ്പം അത് അങ്ങനെയാണ്, അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെരുപ്പിച്ചെഴുതും, അത് വായിക്കാൻ ആൾക്കാരും ഉണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് നേഴ്സ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കുമാണ് വൈജയന്തിക്ക് കോൾ വരുന്നത്. ആരുടെ? ബബിതയുടെ. ഫോൺ വിളിച്ചിട്ട് അമ്മേ രോഹിയേട്ടന് ജാമ്യം കിട്ടിയതേ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അയ്യോ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നോ, നീയാണോ കൂടെ പോയത് എന്ന് പറയുമ്പോൾ അതെ ഞാനാ ഇന്ന് അച്ഛൻ്റെ കൂടെ പോയത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുവാ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവൾ പോകുകയില്ലായിരുന്നു കൂടെ, അവൾ പോയിട്ടുണ്ടെങ്കിലോ അവളെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ഇരിക്കുകയുള്ളൂ, അവളുടെ ഇരിപ്പും മട്ടുമൊക്കെ കണ്ടാൽ തോന്നും അവളാണ് ആ കാറിൻ്റെ ഉടമയെന്നും ബാലേന്ദ്രൻ വെറും ഡ്രൈവറാണെന്നും തോന്നും. ഏതായാലും അത് നടന്നില്ലല്ലോ എന്നൊരു ആശ്വാസമാണ് വൈജയന്തിക്ക്. അത് മോളോട് പറയുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അവന് ക്ഷീണമാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല, അച്ഛൻ പറഞ്ഞായിരുന്നു ജയിലിലെ ഫുഡൊന്നും ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന്, അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല, പിന്നെ ആരോടും ഒന്നും മിണ്ടുന്നൊന്നുമില്ല, ഇങ്ങോട്ട് പോരുന്ന വഴിക്കും അച്ഛൻ കുറേ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എല്ലാവരോടും ഒരു ദേഷ്യം പോലെയാണ് എന്നൊക്കെ പറയുമ്പം ഇനിയിപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ വിഷമം കാണുമായിരിക്കും, എനിക്ക് രോഹിമോനോടൊന്ന് സംസാരിക്കണം, നീ അവൻ്റെ കയ്യിലൊന്ന് കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അമ്മ രോഹിയുടെ മുകളിലാണ് എന്ന് പറയുമ്പോൾ മുകളിൽ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തൊന്നും അല്ലല്ലോ, പോയി കൊണ്ട് കൊടുക്കടി ഫോണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് വൈജയന്തി. അങ്ങനെ ബബിത നേരെ രോഹിത്തിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നു. കുറേ നേരം റൂമിൽ തട്ടിയിട്ട് അവൻ തുറക്കുന്നില്ലേ. അന്നേരം അമ്മയെ തുറക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ആകെ ദേഷ്യത്തില്ല, നമ്മളേതാണ്ട് ചെയ്ത പോലെയാണ് രോഹിയേട്ടൻ്റെ മട്ടും ഭാവമൊക്കെ, അതുകൊണ്ട് തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ പൂച്ച കരയുന്ന പോലെ അവിടെ നിന്ന് കരയാതെ ആ ഡോറെ 2-3 പ്രാവശ്യം ഒന്ന് തട്ടി വിളിക്കുക എന്ന് പറയും. അങ്ങനെ വീണ്ടും ബബിത വിളിക്കുന്നു. അപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് രോഹി പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഡോറയിൽ ഇങ്ങനെ തട്ടി വിളിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം എന്തിനാ രോഹിയേട്ട ഇങ്ങനെ വാതിലടച്ച് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്, ഇതിപ്പം ഞങ്ങളേതാണ്ട് ചെയ്ത പോലെയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവന് ദേഷ്യം വരുവേ. അന്നേരം ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല, അമ്മ ഫോണിൽ ഹോൾഡ് ചെയ്തേക്കുവാണ്, അമ്മയ്ക്ക് എന്തൊക്കെയോ രോഹിയേട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം എനിക്ക് ആരോട് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് സംസാരിക്കേണ്ടെന്നല്ലേ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവൻ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തിട്ട് വാതിലങ്ങ് അടയ്ക്കുവാണ്. അന്നേരം ബബിത വൈജയന്തിയോട് പറയാം അമ്മ രോഹിയേട്ടൻ ഡോറ് തുറക്കുകയും ചെയ്തു അടയ്ക്കുകയും ചെയ്തു, എൻ്റെ ഇത് ഫോൺ മേടിച്ചില്ല എന്ന് പറയുമ്പോൾ നിനക്ക് കൊടുത്തിട്ട് ഞാനാന്ന് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുവാണ് വൈജയന്തി. അന്നേരം ബബിത പറയും ഞാൻ ഇതൊക്കെ ചെയ്തതാ, മേടിക്കാതെ ഞാനിപ്പോൾ എന്നെ ചെയ്യാനാ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയാം അവന് വേറെ എന്തോ വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന്. അങ്ങനെ ബബിത താഴോട്ട് ഇറങ്ങി വരുന്നു. അവൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അവൾ കാണുന്നത് കുറച്ച് ഫുഡൊക്കെ ആയിട്ട് അലീന മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുന്നത്. ഇതാർക്കാ എന്ന് ചോദിക്കുമ്പം ഇത് രോഹിത്തിനാണ് എന്ന് പറയും. ഇപ്പോഴത്തെ സീൻ മനസ്സിലുള്ളതുകൊണ്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാണ് ബബിത. അവളുടെ മട്ട് കാണുന്നതേ അല്ലെനിക്ക് ചെറിയ സംശയമുണ്ട്, കുറച്ച് നേരം സംശയിച്ച് നിന്നിട്ടാണ് കയറി പോകുന്നത്. പിന്നെ ഭക്ഷണമല്ല കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സാധനത്തിന്. അതുകൊണ്ട് ഏതായാലും നേരെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് വിളിക്കുവാണ്, രോഹിത്തെ ഒന്ന് റൂം തുറക്കാവോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിക്കും. അവൻ പിന്നെയും ഡോർ തുറന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് ഇതെന്തൊരു കഷ്ടമായി, ഇത് ജയിലിൽ പോലും ഇത്രയും ശല്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ഇത് കഴിക്കാൻ കുറച്ച് ഭക്ഷണമാണ്, പഴമുണ്ട്, പിന്നെ ചൂട് കാപ്പിയുണ്ട്, കുറച്ച് കഴിഞ്ഞായിട്ട് കുടിക്കാനാണെങ്കിൽ ജ്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പം ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, എനിക്ക് കണ്ണ് കാണാമെന്ന് പറയും. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നവനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പക്ഷേ നാളെയും ഇതുതന്നെയാണ് അവൻ്റെ അവസ്ഥ. എല്ലാവരോടും ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വെച്ചാണ് അവൻ പെരുമാറുന്നത്. ഫുഡ് അകത്തുകൊണ്ട് വെച്ചിട്ട് രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്, രോഹിത്തെ നിന്നോട് ഇവിടെയുള്ള ആർക്കും ദേഷ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, തെറ്റ് എല്ലാവർക്കും പറ്റാം, നമുക്കത് തിരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നതൊന്നും അവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് അലീന ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആ കൊണ്ടുവച്ച ജ്യൂസും കാപ്പിയും എല്ലാം തട്ടി താഴിട്ട് പൊട്ടിക്കുന്നുണ്ട് അവൻ.
അത് വിഷമത്തോടെ ആണെങ്കിലും അലീന അതെല്ലാം പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ബാലേന്ദ്രനോട് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് കൃഷ്ണമോൾ. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യത്തോടെ ഇങ്ങനെ പറയുവാണ്, അവൻ എന്നാത്തിനെ ഇതിന് മാത്രം കിടന്ന് നെഗളിക്കുന്നത്, ഇനിയിപ്പം പിടിച്ചുകൊണ്ട് വന്നിടത്തേക്ക് തന്നെ ജയിലിലേക്കോ തന്നെ അവനെ കൊണ്ട് വിടേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ മുകളിൽ കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ പരാക്രമമാണ് അവൻ കാണിക്കുന്നതെന്ന് നമുക്ക് നാളെ കാണാം.